ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ BTSന്റെ നമ്മുടെ OT7ന്റെ റീ എൻട്രി, അത് കംബാക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. കാരണം ന്യൂ ഇയറിൻ്റെ അന്നെങ്ങാനും വന്ന ഈ ന്യൂസ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് തിരക്കായിട്ട്. പക്ഷെ നമ്മുടെ ഈ സന്തോഷം നമ്മൾ ആർമീസായിട്ട് പങ്കുവെച്ചല്ലേ പറ്റും. നമ്മൾ ആർമീസ് എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്തല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ OT7ന്റെ റീ എൻട്രി, അവർ 7 പേര് ഒരുമിച്ചുള്ള ആൽബം റിലീസ് ചെയ്യുന്ന ഡേറ്റ് ഒക്കെ അപ്പോൾ പുറത്ത് വിട്ടു. സോളോ ആൽബംസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ എന്താ പറയുക, നമ്മുടെ OT7 നമ്മൾ കാത്തു നിന്ന് ആ BTSലെ 7 മെമ്പേഴ്സ് ഒരുമിച്ചുള്ള ആ ഒരു ആൽബം പുറത്ത് ഇറങ്ങുന്ന റിലീസിങ് ഡേറ്റ് ഇപ്പം പുറത്ത് വിട്ടിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു ഈ ഒരു ന്യൂസ് പുറത്ത് വന്നത്. നമ്മൾ ആർമീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ലൊരു വെൽക്കമിങ് 2026 കിട്ടാൻ പോകുന്നില്ല. അത്രയും നല്ലൊരു ന്യൂസാണ് നമുക്ക് 2026 ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ മെമ്പേഴ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ 2026 മാർച്ച് 20-നാണ് ഈ ഒരു ആൽബം റിലീസാവാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മെമ്പേഴ്സ് അവരുടെ സ്വന്തം കൈപ്പടയിൽ, അതായത് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ, നമ്മുടെ വ്യൂവേഴ്സിൽ ഗോൾഡൻ മെമ്പേഴ്സിന് എഴുതിയ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് എഴുതിയ ഒരു ലെറ്റേഴ്സിലൂടെയാണ് ഫസ്റ്റ് അവർ ഈ ഒരു കാര്യം, ഈ ഒരു റിലീസിങ് ഡേറ്റ്, എന്താ പറയുക, ഈ ഒരു നമ്മുടെ വെയിറ്റ് ചെയ്തതിന് ഈ ഒരു മൊമെൻറ്റ്സിൻ്റെ കാര്യം അവർ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഔദ്യോഗികമായിട്ട്, അതിന് ശേഷം ഔദ്യോഗികമായിട്ട് ആയിരുന്നു ഈ ഒരു കാര്യം എന്താ പറയുക റിലീസ് ചെയ്യായിരുന്നു, ഈ ഒരു ഡേറ്റ് റിലീസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ലെറ്റേഴ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് നോക്കുക. 6 എഴുതിയ ലെറ്റർ ഇങ്ങനെയായിരുന്നു: താൻ ഇതിനായി ഏറെ കാലത്തോളം കാത്തിരിക്കുകയായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 2022 നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് ജയഹോപ്പും ജിമ്മിനും പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ജിന്നേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എത്രയും കാലം ഞാൻ സോളോ ആർട്ടിസ്റ്റായിട്ടാണ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. ഇനി ഞാൻ നമ്മുടെ ടീമിനൊപ്പം നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള രീതിയിലാണ് ജിന്നേട്ടന് ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. വീടൽ ലെറ്റർ എങ്ങനെയായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഇനി നല്ല കുറേ ഓർമ്മകൾ ഉണ്ടാക്കാമെന്നായിരുന്നു. അതുപോലെ തന്നെ JKയുടേത്, തൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരില്ല എന്നുള്ള രീതിയിലാണ് JK ഈ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എന്താ പറയുക, ന്യൂ ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരുന്ന BTSന്റെ പുതിയ കുറേ അപ്ഡേഷനുകൾ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാത്തിരുന്നതിന് വേൾഡ് ടൂറാണ്. അപ്പം ഇതിൻ്റെ മുന്നേ വന്നൊരു ലൈവിൽ എന്താ പറയുക, ഹലോ നമസ്തേ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ ലൈവ് കണ്ടതാണ്. ആ ലൈവിൽ ഇങ്ങനെ ഹലോ നമസ്തേ, ഹായ് ഇന്ത്യൻ ആർമീസ്, 2026 കാണാമെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമീസ് ഭയങ്കരമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു ഈ ഒരു ലിസ്റ്റ് പുറത്തുവിടാൻ. അതായത് വേൾഡ് ടൂറിൽ എവിടെയൊക്കെ പോകുന്നതെന്നുള്ള ആ ഒരു ലിസ്റ്റ് എന്താ പറയുക പുറത്ത് വിടുന്നതിന് വേണ്ടി ഞാൻ. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഇതപ്പം പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യമോ ഭാഗ്യക്കേടോ എന്തോ പല രീതിയിലുള്ള എഡിറ്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ചില ആർമീസ് പറയുന്നുണ്ട് എന്താ പറയുക, വരാത്തത് നന്നായി, നമുക്ക് കോൺസെർട്ടിന് എന്തായാലും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും നമുക്ക് നിരാശ തന്നെയാണ്. സന്തോഷമാണെങ്കിലും അവരുടെ തിരിച്ചുവരവും വേൾഡ് ടൂറും ഒക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും ഇന്ത്യൻ ആർമീസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കുറച്ചെങ്കിലും പ്രതീക്ഷിച്ചിന്. കാരണം ഇന്ത്യയിൽ വരുമെന്നുള്ളത്, വരുമല്ലേ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പല്ല. കാരണം ആ ഒരു ഇതിൽ ലാസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 2027 ബാക്കി കുറച്ച് സ്ഥലങ്ങളും കൂടെ റിലീസ് ചെയ്യുന്നു, ടൂർ വരുന്ന സ്ഥലങ്ങളും കൂടെ അവർ റിലീസ് ചെയ്യുന്നു. പക്ഷേ കറൻലി അതെന്തല്ല, അവരതിനെ പറ്റിയൊന്നും ഇന്ത്യയിൽ വരുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ വിട്ട ലിസ്റ്റിൽ നമ്മുടെ ഭാഗ്യക്കേടോ എന്തായാലും ഇന്ത്യയില്ല. ഇനിയിപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ആശ്വസിക്കാം, നമ്മുടെ കയ്യിലൊന്നും കോൺസെർട്ടിന് പങ്കെടുക്കാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ വന്നില്ല, അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നില്ലെന്നല്ല, ഇന്ത്യയിൽ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. എന്തെങ്കിലും നമുക്ക് വിധിയുണ്ടെങ്കിൽ കാണാൻ കഴിയുമായിരിക്കും. ഏതൊരു ആർമീൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യയും എല്ലാ ആർമീസിൻ്റെ ആഗ്രഹിക്കുക അവരൊരു കോൺസെർട്ടിലെങ്കിലും പങ്കെടുക്കാമെന്നുള്ള നമുക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ അവരുടെ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. അപ്പം നിങ്ങളെ അഭിപ്രായം, അതായത് ഇന്ത്യയിൽ വന്നതിൽ നിങ്ങൾ വരുന്നില്ല എന്നുള്ള ന്യൂസിൽ നിങ്ങൾ ഹാപ്പിയാണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺസെർട്ടിന് പങ്കെടുക്കാൻ കഴിയുമല്ലോ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ എന്നാലും അതൊരു സങ്കടം തന്നെയാണ്. പിന്നെ
എന്താ പറഞ്ഞ, തുണി പറഞ്ഞ പുറമാണ് നല്ലതെന്നൊക്കെ പറയുന്ന പോലെ വരുന്നില്ല. അതുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ ഞാനും ഓക്കെയാണ്. അപ്പം ബൈ ബൈ, സി യു.